മണ്ണിനടിയിൽ നിന്നും വിഗ്രഹങ്ങൾ കിട്ടുന്ന വാർത്ത ഇപ്പോൾ പതിവ് സംഭവമാണ്. തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളികൾക്ക് തെലങ്കാനയിൽ മണ്ണിൽ നിന്ന് കിട്ടിയത് 15ഓളം വിഗ്രഹങ്ങൾ. ജഗിത്യാൽ എണ്ടപ്പള്ളി ചർലപ്പള്ളി ഗ്രാമത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് മണ്ണെടുക്കുന്നതിനിടെയാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത്. എക്കാല ദേവികുട്ടയിൽ കിടങ്ങുകൾ കുഴിക്കുന്നതിനിടെ 15ഓളം വിഗ്രഹങ്ങളാണ് കണ്ടെടുത്തത്. പോച്ചമ രാജരാജേശ്വരി ദേവി, ഹനുമാൻ, ശിവലിംഗങ്ങൾ, നാഗദേവതകൾ എന്നീ വിഗ്രഹങ്ങളാണ് കണ്ടെത്തിയത്. എന്നാൽ വിഗ്രഹങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാം വൃത്തിയാക്കി. ഇത് കാണുന്നതിനായി ഇപ്പോൾ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. തെലങ്കാനയിൽ 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ കണ്ടെത്തിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. നൽഗൊണ്ട ജില്ലയിലെ മൂടിമാണിക്യം ഗ്രാമത്തിൽ നിന്നാണ് പുരാതന ക്ഷേത്രങ്ങൾ കണ്ടെത്തിയത്. ഗവേഷണത്തിന്റെ ഭാഗമായി പുരാവസ്തു ഗവേഷകർ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഇതിലാണ് നിർണായകമായ കണ്ടെത്തൽ ഉണ്ടായത്. തെലുങ്ക് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം.എ. ശ്രീനിവാസൻ, എസ്. അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ക്ഷേത്രങ്ങൾക്ക് 1300 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ബദാമി ചലൂക്കിന്റെ കാലത്തുള്ള ക്ഷേത്രങ്ങളാണ് ഇവ എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ചുവരെഴുത്തുകളും ചിത്രങ്ങളുമെല്ലാം ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ കർണാടകയിലെ രാജകുടുംബമായ കടമ്പ നാഗരയുടെ സ്വാധീനവും ക്ഷേത്രം പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിരുന്നു. 8-9 നൂറ്റാണ്ടിലാണ് ബദാമി ചലൂക്യൻ ജീവിച്ചിരുന്നത്. വിഷ്ണുവിന്റെയും ശിവന്റെയും ക്ഷേത്രങ്ങളാണ് ഇത് എന്നാണ് സൂചനകൾ. ശ്രീകോവിലിനുള്ളിൽ നിന്നും ശിവലിംഗവും വിഷ്ണു വിഗ്രഹത്തിന്റെ ഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. വളരെ നിർണായകമായ കണ്ടുപിടുത്തമാണ് ഗവേഷകർ നടത്തിയിരിക്കുന്നത് എന്ന് ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞു. പുരാതന സംസ്കാരത്തിലേക്ക് വഴി തുറക്കുന്നതാണ് ക്ഷേത്രങ്ങളുടെ കണ്ടുപിടുത്തം. ബദാമി ചാലൂക്യന്റെ കാലത്തെ മതപരമായ ആചാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്ഷേത്രങ്ങൾ നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെലങ്കാന കർണാടക അതിർത്തിക്ക് അടുത്ത് നിന്ന് രാമക്ഷേത്രത്തിലെ രാമലാല്ലയുടെ വിഗ്രഹത്തോട് സാമ്യം പുലർത്തുന്ന വിഷ്ണു വിഗ്രഹം കണ്ടെത്തിയതും ഏതാനും നാളുകൾക്ക് മുൻപാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഷ്ണു വിഗ്രഹവും ശിവലിംഗവും കണ്ടെടുത്തു. തെലങ്കാന കർണാടക അതിർത്തിക്കടുത്തുള്ള കൃഷ്ണ നദീതടത്തിൽ നിന്നാണ് വിഗ്രഹങ്ങൾ ലഭിച്ചത് എന്നാണ് അറിവ്. കർണാടകയിലെ റായ്ചൂരിൽ പാലം നിർമ്മാണത്തിനിടെയാണ് വിഗ്രഹങ്ങൾ ലഭിച്ചത്. ഏകദേശം 1000 വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് കണ്ടെടുത്തവ എന്നാണ് വിലയിരുത്തൽ. വിഗ്രഹങ്ങൾ നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമാണ്. വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയാൽ മാത്രമേ കാലപ്പഴക്കം അറിയിക്കാൻ സാധിക്കൂ എന്ന് ASI അറിയിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ വിഗ്രഹത്തോട് സാമ്യം പുലർത്തുന്നതാണ് കണ്ടെടുത്ത വിഷ്ണു വിഗ്രഹം. ദശാവതാരങ്ങളെ ചിത്രീകരിക്കുന്ന പ്രഭാവലയത്തോടെ നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹത്തിൽ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളും സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട പ്രധാന ചിഹ്നങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശ്രീരാമ വിഗ്രഹത്തിന്റെ ഒരു കാലിനോട് ചേർന്ന് ഹനുമാൻ, മറ്റൊരു കാലിൽ ഗരുഡൻ, വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ, സ്വസ്തിക, ഓം, ഗദ, ശംഖ് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ 10 അവതാരങ്ങളും വിഗ്രഹത്തിന്റെ ഇരുവശത്തുമുണ്ട്. വിഷ്ണുവിന്റെ അവതാരങ്ങളായ കൃഷ്ണൻ, പരശുരാമൻ, കൽക്കി, നരസിംഹം തുടങ്ങിയവയെല്ലാം വിഗ്രഹത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാൻ വിഗ്രഹത്തിന്റെ വലത് കാൽപാദത്തിലാണ് സ്ഥാനം. വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെ ഇടത് കാൽപാദത്തിനരികിലും ചിത്രീകരിച്ചിട്ടുണ്ട്. വിഗ്രഹത്തിന്റെ മുകൾ ഭാഗത്ത് സനാതന ധർമ്മവും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട എല്ലാ വിശുദ്ധ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.